പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി അവസാനിപ്പിച്ചിട്ടില്ലെന്ന സൂചന നൽകി മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെയാണ് ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും പടം ഇനിയും ബാക്കിയാണെന്ന അർത്ഥത്തിൽ അദ്ദേഹം എക്സിൽ കുറിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ താവളങ്ങളാണ് മിസൈൽ ആക്രമണത്തിലൂടെ ഇന്ത്യ തകർത്തത്. ഇത്രയേറെ മുൻകരുതലുകൾ പാകിസ്ഥാൻ എടുത്തിട്ടും ഇത്രത്തോളം നാശനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി ഇന്ത്യ ഒരു ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാൽ എന്താകും സംഭവിക്കുക എന്ന് നരവനെ ചോദിക്കുന്നു. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ സേന. 9 ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് സൈന്യം ഒടുവിൽ പുറത്തുവിട്ടത്. കോട്ട്ലിയിലെ അബ്ബാസ് തീവ്രവാദ ക്യാമ്പ്, ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം, സിയാൻകോട്ട്, മുസഫറാബാദ്, ഭിംബർ, ചക് അമ്രു, ഗുൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പ്, മുരീദ് കെയിലെ അഡീഷണൽ LED ക്യാമ്പ് എന്നീ കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് സൈന്യം ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. കോട്ട്ലിയിലെ അബ്ബാസ് ഭീകരവാദ കേന്ദ്രമായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം ലക്ഷ്യമിട്ടത്. പുലർച്ചെ 1:04 ഇവിടെ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയത്. 23 മിനിറ്റ് നീണ്ട ആക്രമണത്തിൽ സേന ലക്ഷ്യം കാണുകയായിരുന്നു. ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും 4 അനുയായികളും കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. മസൂദ് അസറിന്റെ പ്രസ്താവനയെ ഉദ്ധരിച്ച് PTI ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യം നേടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയവരെയാണ് വധിച്ചതെന്നും ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊന്നവരെയാണ് വധിച്ചത്. ഒരു സാധാരണക്കാരൻ പോലും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല. സേനയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തു. പിന്തുണച്ച പ്രധാനമന്ത്രിക്ക് നന്ദി. തിരിച്ചടിക്കാനുള്ള അവകാശമാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം അവരുടെ വീര്യവും ധൈര്യവും പ്രകടിപ്പിച്ചു. പുതിയ ചരിത്രം രചിച്ചു. കൃത്യതയോടെയും ജാഗ്രതയോടെയും അവർ നടപടി സ്വീകരിച്ചു. കൃത്യസമയത്ത് കൃത്യമായി തന്നെ ലക്ഷ്യം തകർത്തു. സൈനികരെയും ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നു. മുമ്പത്തെ പോലെ തന്നെ ഇത്തവണയും ഉചിതമായ മറുപടി നൽകി. സ്വന്തം മണ്ണിൽ നടന്ന ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം ഉപയോഗിച്ചു. കൃത്യമായ ചർച്ചകളോടെയാണ് നടപടി. തീവ്രവാദികളുടെ മനോവീര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം. അവരുടെ ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും തിരിച്ചടിക്കും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യവും സജ്ജമാണ്. തിരിച്ചടി ഇങ്ങോട്ടുണ്ടായാൽ വലിയൊരു പ്രത്യാക്രമണമായിരിക്കും തങ്ങൾ നൽകുകയെന്ന് ഇന്ത്യൻ സേന ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്.